ഹായ്, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ലോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഇച്ചായനാണ്. ഓൺലൈനിൽ കാണുന്ന പോലെ തന്നെ സോണിയുടെ PS5 ആണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ആക്ച്വലി ഇന്ന് ഇച്ചായൻ വീട്ടിലില്ല, അപ്പം ഓഫീസിലോട്ട് പോയി. ഞാൻ ഇന്ന് വർക്ക് ഫ്രം ഹോം എടുത്തു. കാരണം ഈ സാധനം ഇന്നാണ് ഡെലിവേർഡ് ആവുന്നതെന്ന് എനിക്ക് ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്ത കാര്യമൊന്നും ഇച്ചായൻ അറിയത്തില്ല. സംഭവം എന്ന് പറയുന്നത് ഞങ്ങളൊരു 1 year ആയിട്ടുണ്ടാവും. ഇവിടെ ഒരു ഗെയിമിംഗ് PC ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചീത്തയായിപ്പോയി. അപ്പം ഞങ്ങളതൊന്ന് കൊടുത്തായിരുന്നു. അപ്പം ഒരു വർഷം കഴിഞ്ഞു, ഇപ്പം 1 വർഷത്തിൽ കൂടുതലായി നമ്മളത് കൊടുത്തിട്ട്. അപ്പം പുള്ളിക്കാരൻ ഇതിൽ ഭയങ്കര ക്രേസാണ്. ഇതില് ഒരു ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങള് ഒരു 4 മാസം മുന്നേ ആയിരുന്നു ഞങ്ങൾ ഈ സാധനം ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഒരു മാസത്തിന് മുന്നേ ഞാൻ തോന്നുന്നു ഇതെടുത്ത് ഇങ്ങനെ ഫ്ലിപ്കാർട്ടില് ഇച്ചായന്റെ തന്നെ ഫ്ലിപ്കാർട്ടിനകത്ത് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ഞാൻ അതിന്റെ ലിങ്ക് വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാഴ്ച മുന്നേ എന്ന് വെച്ചാൽ ഞാനിത് ഓർഡർ ചെയ്യുന്നത് മൺഡേ ആണ്. അപ്പം സൺഡേ ഈവനിങ് എനിക്കൊരു പേഴ്സണൽ സാധനം മേടിക്കാൻ വേണ്ടി ഫ്ലിപ്കാർട്ടിൽ കയറിയ സമയത്ത് ഇത് റേറ്റ് ഡൗണിൽ കിടക്കുന്ന കണ്ടായിരുന്നു. അപ്പം അതിൽ കണ്ടപ്പോഴത്തേക്കും എന്തായാലും വാങ്ങാം എന്ന് വിചാരിച്ചു, ഒരു സർപ്രൈസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പം എനിക്കറിയായിരുന്നു ഫ്രൈഡേ വരും എന്നുള്ള കാര്യം അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വൈകിട്ട് വരുമ്പോൾ ഇത് കൊടുക്കണം. അപ്പോൾ വൈകിട്ടാണ് ഇതിൻ്റെ റിയാക്ഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വൈകിട്ടാണ്. അപ്പം എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് അറിയില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അല്ല, കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും ഒരു സോണി PS5ന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ചിലർക്കെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് ബാക്കി വീഡിയോ വൈകിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാധനം ഒരു മോർണിംഗ് ഒരു 11 o'clock എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറത്തെ കവർ മൊത്തം വലിച്ച് പറിച്ച് ഒരു കുളമാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണിത് തിരിച്ച് സെറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ബട്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അറിയാമല്ലോ, ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ്, അവർക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്തിട്ട് പോവുകയും വേണം. അപ്പോൾ ഇച്ചായ വന്നിട്ടുണ്ട്. എടാ പറയല്ലേടാ. ഹലോ. ഞാനോ വേർത്തെ? അതെ, ഇജാൻ എന്തെങ്കിലും കൊറിയർ ഓർഡർ ചെയ്തിരുന്നോ? ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പുണ്ട്. എന്താണോ എന്തോ. ഞാൻ എങ്ങനെയുണ്ട്? ഇച്ചാന് മേടിച്ചു. കാശൊക്കെ പിന്നല്ലേ, തുറന്ന് നോക്ക എങ്ങനെയുണ്ടെന്ന് നോക്ക്. ആ
ആ ഹെയ്നൂന് മേടിച്ചതാ. തുറക്കുന്നില്ലേ? എല്ലാവർക്കും തുറന്ന് കാണിച്ചു കൊടുക്കുന്നില്ലേ? ഇതിന്റെ യൂസർ റിവ്യൂവും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും കാണിച്ചു തരും.